അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ എല്ലാവരുടെ പ്രശ്നം എന്താ, കുറേ സമയം കിച്ചണിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതല്ലേ. ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ അല്ലെങ്കിലോ അല്ലേ, നമ്മളിങ്ങനെ കിച്ചണിൽ നിന്ന് നമ്മുടെ ജീവിതം തന്നെ മടുത്തു പോകുന്നൊരു സ്ഥിതി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റ് ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്യുക. നമ്മൾ മൈൻഡ് ഒരു ഓർഡർ കൊടുക്കുക ബ്രെയിനിന്, നമ്മൾ ഇത്ര സമയം മാത്രമേ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ള. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കഴിയില്ലാന്ന് വിചാരിച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് മൊത്തം കഴിയില്ലാന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്യുക, അതോടൊപ്പം ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കിച്ചണിൽ കയറുക കുറേ സമയം ഇങ്ങനെ കളയണ്ട. നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. ഫ്രീ ആയിട്ടിരുന്ന് ഫോൺ കാണുക, ഇനി വേണമെങ്കിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യുമോ. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണ് ഫ്രീ ആയിട്ട് ജോലിക്ക് പോകാനും ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങളുടെ ടൈം ഏതാണോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ടൈം കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് തന്നെ ഇന്ന് കിച്ചണിൽ കയറി വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ കുറേ ദിവസമായിട്ടാ ഇതിങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇതിന് വെറുതെ വിട്ടാൽ പറ്റില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇതിനെ ഇന്ന് ഫ്രിഡ്ജിലെ പച്ചക്കറിയൊക്കെ നമ്മൾക്ക് ഇന്ന് കാലിയാക്കണം. അപ്പോൾ പംകിൻ ആദ്യം ഒന്ന് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇല്ലേ, എനിക്ക് ഓൾറെഡി മടിയായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം എനിക്ക് നല്ലോണം തണുപ്പ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ പുട്ടാക്കിയിട്ട് നമ്മൾ ഉച്ചക്കത്തത് ഒരു ചോറ് വാങ്ങിച്ചാൽ മതിയല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സൺഡേ ആണ്, കുട്ടികൾ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഫുൾ ഡേ. അപ്പോൾ എന്തായാലും അവർക്ക് നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കണം എന്ന് ആഗ്രഹം. പിന്നെ എന്തായാലും ഇന്ന് വെജിറ്റബിൾ എടുത്തിട്ടില്ലെങ്കിൽ ഒക്കെ വാടി കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇനിയിപ്പോൾ കളയേണ്ടി വരും. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഉഷാറാക്കി എടുത്ത്, കാരണം എന്തായാലും നമുക്ക് ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കിച്ചണിൽ ഇറങ്ങാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. സ്കൂളില്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ രാവിലെ കുറച്ച് കിടന്നു പോകുമല്ലോ. അങ്ങനെ നിസ്കരിച്ച് ഞാൻ കുറച്ച് കിടക്കുകയൊക്കെ ചെയ്ത്, പിന്നെ 2-3 ദിവസമായി കുറച്ച് സാധനങ്ങൾ മേലെ കൊണ്ടുപോയി വെക്കാറുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി വെച്ച് അവിടുന്ന് താഴത്ത് വന്ന് അങ്ങനെ ഇങ്ങനെ വേണ്ടെന്നൊക്കെ വിചാരിച്ച് നിന്നതാണ്. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾ കൂടി മടിയായിട്ട് വെറുതെ ഒരു ദിവസം കളയണ്ടല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ മൈൻഡിനെയാണ് മെയിനായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ പംകിൻ ജ്യൂസ് ഞാൻ കുറച്ചൊരു പാത്രത്തിൽ ഒഴിച്ച്, പിന്നെ കുറച്ച് ചപ്പാത്തി മാവാണ്, അത് ഗോതമ്പ് മാവ്, അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിപ്പൊടി സോഫ്റ്റായിട്ട് പൊടിച്ചിട്ടുള്ള 2 പൊടി നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പത്തിരിപ്പൊടി റേഷൻ അരി വെച്ച പൊടിയാണ്. പിന്നെ ഞാനിത് പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട അരിയാണെങ്കിൽ നമ്മളെ പംകിന്നില്ലേ, അത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ അത് നല്ല തിളപ്പിച്ച് നിങ്ങൾ അരിപ്പൊടിൻ്റെ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്തെടുക്കണേ. എൻ്റെ ഈ അരിപ്പൊടി പാവ അരിപ്പൊടിയാണ്. എന്താ വെച്ചാൽ വേഗം പച്ചവെള്ളത്ത് കുഴച്ചെടുത്തിട്ട് അങ്ങ് ചുട്ടെടുക്കുക. നിങ്ങളെപ്പോലെ ഇങ്ങനെ ചട്ടുകത്തിൻ്റെ ബാക്ക് വശം കൊണ്ട് കുഴച്ചെടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് ആ പരിപാടി എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈ പൊള്ളുന്ന അങ്ങനത്തെ മെനക്കെട്ട ഒരു കേസ് ഇട്ട് നമ്മൾ നിൽക്കില്ല. നമുക്ക് എങ്ങനെയാണോ ഈസി ആ ഒരു സംഭവം മാത്രം. അപ്പോൾ പംകിന് കുറച്ച് ആദ്യം നമ്മൾ ചപ്പാത്തി മാവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുഴക്കാൻ ആവശ്യത്തിൽ അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല സ്വീറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അധികം സ്വീറ്റ് ഉണ്ടാവില്ല, പക്ഷെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഈ ഒരു പംകിന് ചപ്പാത്തിയായാലും ഇടിയപ്പമായാലും ഒക്കെ. ഞാൻ ഉച്ചക്കാണ് ഇടിയപ്പം, രാത്രിയൊക്കെയാണ് ചപ്പാത്തി, രാവിലത്തേക്ക് പുട്ട്. ഇതാണ് എൻ്റെ ഒരു മെനു എന്ന് പറഞ്ഞാൽ ഇന്നത്തേത്. അപ്പോൾ രാവിലെ തന്നെ 3 നേരത്തെ ഫുഡ് അവിടെ അഡ്ജസ്റ്റ് ആക്കി അവിടെ ഒരു കിച്ചൺ സൈഡിൽ അടാക്കി വെച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ചൂടോടെ കഴിക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചൂടോടെ ഓരോരോ സമയം ആക്കി കഴിച്ചോളേ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിൽ. നമുക്ക് കുറച്ച് മനസ്സിന് ഹാപ്പിനെസ് എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവും, അല്ലെ അടുത്ത പോണല്ലോ അങ്ങ് പോണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അയ്യോ ഇനിയും പിന്നെ കിച്ചണിൽ ഇറങ്ങണമല്ലോ എന്ന് വിചാരിക്കും, തന്നെ ബേജാറാണ്. അപ്പോൾ പുട്ടുപൊടി നമ്മൾ വറുത്ത പുട്ടുപൊടിയാണ്, എന്തൊരു സ്മെല്ലാട്ടോ അത്. അതിൽ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ ഹാഫും പിന്നെ ഒരു ക്യാരറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ആദ്യം വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആ ബീട്രൂട്ടും ക്യാരറ്റും ഒരു നനവ് ഉണ്ടാവുമല്ലോ, അത് നല്ലോണം അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യാനുസരണം വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ സാധാ പുട്ട് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. പക്ഷേ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഷുഗറിലുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെ തന്നെ പുട്ട് കഴിക്കുമ്പോൾ ഹൈ ആയിട്ട് പിന്നെ ഗ്ലൂക്കോസ് ലെവൽ അങ്ങ് കയറുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാം. ഞാൻ പിന്നെ മെയിനായിട്ട് എൻ്റെ മക്കൾ വെജിറ്റബിൾ കഴിക്കൂല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറേ ഒപ്പിച്ചെടുക്കുന്നത്. എൻ്റെ പണ്ട് മുതലേയുള്ള വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ മെയിൻ ഹോബി ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറേ ആയിരുന്നു ഞാൻ ഇതൊക്കെ വിട്ടിട്ടുണ്ട്, പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓടിപ്പോയി തേങ്ങ ചിരകി വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റ തേങ്ങ ചിരകി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുപയർ കറിയാണ് പുട്ടിന് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു ഉള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾ, ഉപ്പ് ഇട്ടിട്ട് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഞാൻ ഇന്നലെ ചിക്കൻ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നേ, അത് ഞാനൊന്ന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ അങ്ങനെയുണ്ട്. ഫസ്റ്റ് കിച്ചണിൽ ഇറങ്ങുമ്പോൾ എന്നോട് ടൈം കാണിക്കാൻ മറന്നിട്ടുണ്ട്. ഞാൻ കിച്ചണിൽ ഇറങ്ങിയത് 10 മണിക്കാണ്.
10 മണിക്കാണ് ഞാൻ കിച്ചണിൽ ഇറങ്ങിയിട്ടുള്ളൂ. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, രാവിലെ ഇങ്ങനെ മടിഞ്ഞ് നിന്ന ആളാണ് ഇപ്പോൾ ഈ ഒരു 3 ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ എന്താണ്, നമ്മൾ ആർക്കും വിട്ടുകൊടുക്കരുത്. നമ്മളെ മനസ്സ് നമ്മളെ കൈക്കുള്ളിൽ തന്നെ ഒതുങ്ങി കിട്ടണം. ആ ഒരു സ്ഥലത്താണ് നമ്മളെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ മനസ്സ് വേറെ ആരെങ്കിലും കീഴ്പ്പെടുത്തിയിട്ട് നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ നമ്മളെ ലൈഫ് അധോഗതിയും വെള്ളിയാഴ്ച എന്ന് പറയും, അങ്ങനെയായിപ്പോവും. അപ്പോൾ ഇടിയപ്പം നമ്മൾ വീശിയെടുക്കുന്ന ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവിയിട്ട് അതിൽ കുറച്ച് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീശിയെടുക്കാം, അല്ലെങ്കിൽ ഇലയിൽ വീശിയെടുക്കാം. ടൈം കാണിച്ചു തരാം കേട്ടോ, 10:15, 10:18. ഞാൻ 10 മണിക്കാണ് ഇറങ്ങിയത്. കാരണം 10 മണിക്ക് ഇറങ്ങിയാൽ വലിയ പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. 3 എണ്ണം ഒന്ന് കുഴച്ചെടുത്ത് പിന്നെ ഒരു തേങ്ങ ചിരകിയെടുത്ത്, അത് 1/4 മണിക്കൂറൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന ജോലിയേ ഉള്ളൂ. പിന്നെ ചെറുപയർ കറി എന്ന് പറഞ്ഞാൽ ഈസി ചെറുപയർ കറിയാണ്. വയറ്റൽ പരിപാടിയൊന്നുമില്ല, അനാവശ്യ മസാലകളൊന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിങ്ങനെ വീശിയെടുക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു അരിപ്പൊടി അരിപ്പൊടിയാണ്, അതിനെ അങ്ങ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അരിപ്പൊടി നിങ്ങളിങ്ങനെ പൊടിക്കുന്നില്ലേ ഒരു പ്രാവശ്യം പൊടിച്ച് നോക്ക്, എന്നിട്ട് കുറച്ച് അളവ് പൊടിച്ചാൽ മതിയേ. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കൂടുതൽ അളവ് പൊളിച്ചാൽ മതി. കാരണം എനിക്ക് ഓക്കെ ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നില്ല. എപ്പോഴും ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ്, ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തോ. എന്തായാലും നമ്മൾ വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ഈ ഒരു അരിപ്പൊടീൻ്റെ ഈ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കൊണ്ട് കളിക്കുക എന്നുള്ളതാണ്. വാട്ടിപ്പത്തിരിയും പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കുക, അല്ലെങ്കിൽ ഇടിയപ്പവും പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കുക. ഇനിയിപ്പോൾ ഈ ഒരു അരിപ്പൊടിയില്ലേ, ചൂടുവെള്ളത്തിൽ കുഴക്കാം, പ്രശ്നമില്ല. ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ ഒന്നുകൂടി സോഫ്റ്റ് ആവും, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴക്കാതെയും നമുക്ക് സോഫ്റ്റായി കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ, അപ്പോൾ 4 ഉള്ളി എടുത്ത് മുറിച്ചിടുന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കൻ മസാല പുരട്ടി ഫ്രൈ ചെയ്യാൻ അവിടെ ഇട്ടിട്ടുണ്ടല്ലോ, അത് ഫ്രൈ ചെയ്തിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഉള്ളിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേഗം ഒന്ന് മുറിച്ചിടണ്ടേ, അതങ്ങനെ ആണെന്ന് മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു സൈഡിൽ ഇടിയപ്പം വീശുന്നുണ്ട്, ഒരു സൈഡിൽ ഉള്ളി മുറിച്ചിടുന്നുണ്ട്, ഒരു സൈഡിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്, ഒരു ഗ്യാസ് സ്റ്റൗവിൽ ഇടിയപ്പം, ചെറുപയർ കറി, പിന്നെന്താണ് ചിക്കൻ ഫ്രൈ, അങ്ങനെ 3 അടുപ്പിൽ 3 സാധനങ്ങളാണ്. കുറച്ച് ആൽമണ്ട്സ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. അപ്പോൾ ചെറുപയർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വീണം അവിടെ നിൽക്കട്ടെ. ആ ഒരു സമയത്തേക്കില്ലേ നമ്മൾ ഇടിയപ്പം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് രണ്ടാമത്തെ സെറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടെ വെള്ളം ഉണ്ടെന്നൊക്കെ നോക്കണേ. അപ്പോൾ ഇടിയപ്പം ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എന്താ പറഞ്ഞാന്ന് വെച്ചാൽ വളരെ കുറച്ച് അളവിലേ കഴിക്കുള്ളൂ. അപ്പോൾ ഇനി ചോറായാലും വളരെ കുറച്ച് അളവിലേ കഴിക്കുള്ളൂ. ചോറാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ ഞാൻ വിചാരിച്ച് ചോറിന് ഫിഷ് മെയിനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ചോറിന് നല്ല മീൻ പൊരിച്ചതും ഉപ്പേരിയും ഒക്കെ വേണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യ എന്നുള്ളത്, അതുകൊണ്ട് മീൻ കട്ട് ചെയ്യാൻ കഴിയില്ല. മീൻ വാങ്ങിയാലും എനിക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം അത് എന്നെ സംബന്ധിച്ചത് മീൻ മുറിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ലഞ്ച് ഞാൻ ഇടിയപ്പവും ഈ ഒരു കറിയും ബട്ടർ ചിക്കൻ ആകുമ്പോൾ ഈ ഒരു ഇടിയപ്പവും ബട്ടർ ചിക്കനും നല്ല കോമ്പിനേഷൻ, നല്ല സോഫ്റ്റ്, നല്ല പൂ പോലത്തെ ഇടിയപ്പം. ഇനി ഇത് ചൂടുവെള്ളത്ത് കുഴക്കണം. നിങ്ങൾ പറ, ഇത്ര നല്ല ഇടിയപ്പമായി കിട്ടിയിട്ടില്ലേ? അപ്പം നമ്മളില്ലേ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളക് അങ്ങ് ഞെരകി ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലില്ലേ വറ്റൽമുളകിന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യും, ഇങ്ങനെ പൊടിഞ്ഞങ്ങ് വരും. ഞാൻ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളക് ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ വെക്കും. നമുക്ക് ഇങ്ങനെ കറിയിലും സാമ്പാറിലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. ഇനി നമ്മൾ ചെറുപയർ കറി തേങ്ങാപ്പാൽ ഒഴിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ ഉള്ളിയും ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ അങ്ങ് വയന്ന് വരട്ടെ. നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോഴത്തെ ജോലി ചെയ്യാനുണ്ട്. എനിക്ക് ക്ലീനിങ് അടക്കം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് കയറണം. ഇന്ന് അത്രയേ പറ്റുള്ളൂ. ടോട്ടൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ 2 മണിക്കൂർ കൊണ്ട് കഴിയണം. അതാണ് എൻ്റെ ഇന്ന് ഞാൻ വെച്ചിട്ടുള്ളൊരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ ഈ ഒരു ചെറുപയർ കറി നല്ല ടേസ്റ്റി ആട്ടാ. എന്താടാ കളറ്, ബീട്രൂട്ടും ക്യാരറ്റ്, ബീട്രൂട്ട് മാത്രമാകുമ്പോൾ എൻ്റെ മക്കൾക്ക് കുറച്ചൊരു അസ്കിതാന്ന് പറയും. ഞാൻ എപ്പോഴും അവരിങ്ങനെ പറഞ്ഞ് കളിയാക്കും. കാരണം അത് ഒരു ഡാർക്ക് കളർ വരുമ്പം, ഇനിയിപ്പോൾ ബീട്രൂട്ട് മാത്രമാണെങ്കിൽ അതും നല്ല തന്നെയാണ്. പക്ഷേ ഞാൻ രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു കളർ, ഈ ഒരു കളർ കണ്ടോ നിങ്ങൾ, ബീട്രൂട്ട് ആകുമ്പോൾ ഓവറായിട്ടുള്ളൊരു കളറായിരിക്കും. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കില്ല. ഇതെന്ന് വെച്ചാൽ നല്ലൊരു കളറാണ്. അപ്പോൾ ഈ ഒരു കളറിൽ കുഴപ്പമില്ല. പൊട്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒതുങ്ങി കിടക്കണം, ഇങ്ങനെ ആവണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം വെള്ളം വേണം അതനുസരിച്ച് ചെയ്യുക. വറുത്ത പുട്ടിന് കുറച്ചും കൂടി വെള്ളം ചേരും. ഇത് ഞാൻ പുട്ട് മില്ലിൽ തന്നെ വറുത്തെടുത്തതാണ്. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ ചെറുപയർ വേവിച്ച കുക്കറല്ലേ, അത് കഴുകിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് വെള്ളം തിളക്കട്ടെ. അപ്പോൾ തക്കാളി കട്ട് ചെയ്തിട്ട് ഈ വന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ചിട്ട് കുക്കറിൻ്റെ ആ ഒരു വിസിലിന് വരുന്ന അതിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ ആവി വരുന്ന കണ്ടാൽ മാത്രമേ നമ്മൾ ഈ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഇത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഇടിയപ്പമായി സെറ്റായി വരുന്നുണ്ട്, ഒരു സൈഡ് പുട്ട് ബ്രേക്ക്ഫാസ്റ്റിനാണ്. നല്ലോണം വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ച് ലേറ്റായി പോയല്ലോ, നമ്മൾ ഓൾറെഡി ഇറങ്ങാൻ ലേറ്റായിനല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടൈം നിങ്ങളിപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരിലാണ് ഒരു 5:30 ടൈമിക്ക് വെച്ചിട്ട് നമുക്കൊരു
7, 8 മണിക്കൊക്കെ എല്ലാ ജോലിയും കഴിഞ്ഞ് പോകുന്നത്. അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് ഇന്നും എൻ്റെ പേഴ്സണൽ മെസ്സേജിൽ വരുന്നത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്നും അവർ ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ടെന്ന്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കറിയാം. എനിക്കിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിച്ചണിൽ നിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ വയന്ന് വന്നപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാൻ കാശ്മീർ ചില്ലിയാണേ, അതുകൊണ്ടാണ് 2 എണ്ണം ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളെ മുളക് പൊടീൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ മുളകിനൊക്കെ ഭയങ്കര എരിവല്ലേ, എന്തോ ഒരു എരിവാണ് സാധാ മുളക് വാങ്ങി പൊടിപ്പിച്ചാൽ. അപ്പോൾ ഞാൻ എപ്പോഴും കാശ്മീർ ചില്ലിയും കുറച്ചളവിൽ നമ്മുടെ നോർമൽ മുളകും മിക്സ് ചെയ്തിട്ട് പൊടിപ്പിക്കാട്ടോ ചെയ്യുക. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് തണിയാനായിട്ട്. എന്നിട്ട് ഞാൻ ചപ്പാത്തി പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റാണ്. ഈ പംകിന് നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ പഴം ചേർത്തിട്ടൊക്കെ ചപ്പാത്തി ചെയ്യലുണ്ട്. പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. ഇപ്പം എൻ്റെ മക്കൾക്ക് ആ പഴം ചേർത്തുള്ള ചപ്പാത്തി അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കൊന്നും ഇഷ്ടമാണ് പഴം മിക്സ് ചെയ്തിട്ടുള്ള. നമ്മൾ തൊലി കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ അടിച്ചിട്ട് ചപ്പാത്തിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് കിട്ടും. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ മക്കൾക്ക് ആ ഒരു ഫ്ലേവർ പറ്റണില്ല. അതത്ര ഞാൻ കാണാണ്ട് ചെയ്താലും അവർ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ അവരെ കാണാണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിട്ട് ചെയ്ത ഇതൊന്നും അവർ കഴിക്കൂല. അപ്പോൾ പുട്ട് ഒരു തട്ടായി, രണ്ടാമത്തെ തട്ട്. കാരണം ഈ ഒരു ചിരട്ടപ്പുട്ട് ഞാൻ എപ്പോഴും എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്ന് എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ അങ്ങ് ചുട്ടാൽ, അല്ലെങ്കിൽ ലാസ്റ്റ് കുറേ പുട്ടുണ്ടാവും ഇങ്ങനെ ബാക്കി വന്നിട്ട് അത് എങ്ങോട്ടിടണോ അങ്ങോട്ടിടണോ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കണോ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ. ഇപ്പോൾ നമ്മളെ വീട്ടിൽ എത്ര ആൾക്കാർ എങ്ങനെ കഴിക്കുമെന്ന് അറിയാമല്ലോ. അതിനനുസരിച്ചിട്ട് ഓരോ പുട്ടുണ്ടാക്കിയാൽ പിന്നെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി ഫ്രിഡ്ജിലുണ്ട്, എപ്പോൾ വേണമെങ്കിൽ ചുട്ടെടുക്കാമല്ലോ മിക്സ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചപ്പാത്തി വെറുതെ നമ്മൾ ചായൻ്റെ ഒപ്പം കഴിക്കാൻ കറിയൊന്നും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇതേപോലെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. കാരണം വലിയ കറിയൊന്നും വേണ്ട. എല്ലാം ഒരു ബുൾസൈ മുട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് കഴിച്ചാൽ തന്നെ നമുക്ക് ഈസിയാണ്. അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഉള്ളി തക്കാളി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് കസൂരി മെത്തിയിട്ട് ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ട് തട്ടിക്കൂട്ട് ബട്ടർ ചിക്കൻ. ഇതിൽ ഞാൻ ഫ്രഷ് ക്രീമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഗസ്റ്റൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ ഫ്രഷ് ക്രീം അങ്ങനെയൊക്കെ ചേർത്തിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കുക. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായത്, ചെറുപയർ കറിയായി, നമ്മുടെ ചപ്പാത്തിയായി, പിന്നെ രാത്രിക്കുള്ള ചപ്പാത്തിയായി, ഉച്ചക്കേക്കുള്ള ഇടിയപ്പമായി, കറിയായി, ഒക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഒരു ക്ലീനിങ് ഒരു അരമണിക്കൂർ കൊണ്ട് കഴിയും. ഞാനിന്ന് തുടക്കാനൊന്നും നിൽക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നല്ല തലവേദനയുണ്ട്. കണ്ടേ 11:20 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 12 മണിക്ക് എനിക്ക് കാരണം 10 മണിക്കാണ് കിച്ചണിൽ ഇറങ്ങുന്നത്. 12 മണിക്ക് കിച്ചണിൽ ഞാൻ കയറും. അങ്ങനെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കയറും. ബ്രെയിനും അത് നമ്മൾ എന്താണോ മൈൻഡിൽ കൊടുക്കുന്ന ഓർഡർ ആയിരിക്കും ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ടാവും. അത് നമ്മൾ കൈകാലുകളിലേക്ക് ആ ഒരു എനർജി വരണം. അപ്പോൾ നമ്മളെപ്പോഴും മൈൻഡ് സെറ്റാക്കി വെക്കാമെന്നേ ഞാൻ നിങ്ങളടുത്ത് പറയുള്ളൂ. നല്ല വിശപ്പുണ്ട്, ഞാനൊരു ചിക്കൻ ഫ്രൈ കൂടി കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ചെറുപയർ കറി മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ ഇവിടെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ പെട്ടെന്ന് ജോലികൾ കിച്ചണിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കിച്ചണിൽ ഇങ്ങനെ ഫുൾ ടൈം ഒതുങ്ങി കൂടണ്ട. അപ്പോൾ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ്